Greetings to you all in the name of our Lord and Savior Jesus Christ. For today's meditation, I have chosen Psalm 12 verse 1. Help, Lord, for the godly are no more. The faithful have vanished from among men. A prayer of David for two reasons. Firstly, the godly are no more. Secondly, the faithful have vanished. However, Psalm 33 verse 13 says, "From heaven the Lord looks down and sees all mankind." The two qualities God desires from us are godliness and faithfulness. വീണ്ടും ഒരു ലെൻഡൻ സീസണിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഈ രണ്ട് ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന എല്ലാ നന്മകളും നമുക്ക് നൽകി നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളോട് വിശ്വസ്ത കാണിച്ചപ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതിന്, ദൈവസന്നിധിയിലെ വിശ്വസ്തരായിരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചതായ റിസോഴ്സസിൽ എന്തുമാത്രം ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരുന്നു? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ ഈ രാജ്യത്തെ കൊണ്ടുവന്നു, നല്ല ഭവനങ്ങൾ തന്നു, തലമുറകളെ നൽകി, ജോലി കാര്യങ്ങളിൽ ഔന്നത്യം പ്രാപിക്കുന്നതിന് നമ്മളെ സഹായിച്ചു, ആരോഗ്യം നൽകി, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമാക്കി. എന്നാൽ ജീവിതത്തിൻ്റെ ചില കാലഘട്ടങ്ങളിൽ താൽക്കാലികമായ ചില പ്രതിസന്ധികളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികൾ പലപ്പോഴും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതിനും സാധിക്കും. പലപ്പോഴും നമ്മൾ അധിക ഫലം കായ്ക്കേണ്ടതിന് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നതാവുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്നുള്ളത് നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നതിന് സാധിക്കും. എസ്പെഷ്യലി ദ ടൈമിങ്സ് ഓഫ് ദ ജോബ്, ചൈൽഡ് കെയർ, എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, housing problems, visa problems, driving license, professional license and tests, sickness and demise of dear ones, vehicle problems, climate conditions and so on. എന്നാൽ ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുകയും ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒക്കെ വിടുവിച്ചപ്പോൾ ദൈവത്തിന് മഹത്വം കരയറ്റുന്നതിന് നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്, എത്രമാത്രം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കുന്നതിനും നിലനിൽക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നോയമ്പിൻ്റെ കാലയളവിൽ ദൈവത്തോട് ചേർന്ന് അതിനെയൊക്കെയും പരിഹരിക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഭക്തിയെ ഒരു ആദായ സൂത്രമായി കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ തങ്ങളുടെ ജീവിത മേഖലകളിൽ ദൈവത്തോട് ഭക്തിയും വിശ്വസ്തയും പുലർത്തിയ രണ്ട് വ്യക്തി ജീവിതങ്ങളെ പഴയ നിയമത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ജോസഫ്, രണ്ടാമതായിട്ട് ദാനിയേൽ. ദൈവം അവരെ വിശ്വസ്തരായി കണ്ടു, അംഗീകരിച്ചു. ജീവപര്യന്തം മരണത്തോളം അവരെ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ യോസഫിനെ പോലെ ദാനിയേലിനെ പോലെ ഭക്തന്മാരായി വിശ്വസ്തരായി ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും കാലങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഭക്തന്മാരായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ റിസോഴ്സസും വിശ്വസ്തയോടെ വിനിമയം ചെയ്യുന്നവരായി തീരുന്നതിന് നമ്മുടെ നോയമ്പ് ആചരണവും പ്രാർത്ഥനകളും മുഖാന്തരമായി തീരണം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. താങ്ക് യു.